നമസ്കാരം, നക്ഷത്രഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2024 ഫെബ്രുവരി മാസം 15-ാം തീയതി അശ്വതി നക്ഷത്രമാണ്. 12 രാശിയിൽ വരുന്നവർക്ക് എന്തെല്ലാം ഫലങ്ങളാണെന്ന് നോക്കാം. മേടം രാശി അശ്വതി, ഭരണി, കാർത്തികകാല്. ഈ രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം ഒരുപാട് കാലത്തിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. വ്യാഴവും ചന്ദ്രനും കൂടി ഒന്നിച്ചു ചേർന്നാൽ ഗജകേസരി യോഗം എന്നാണ് പറയുന്നത്. അത്തരം നേട്ടങ്ങൾ ഇന്നത്തെ ദിവസം പ്രതീക്ഷിക്കാവുന്നതാണ്. പല കാര്യങ്ങളും, അസാധ്യമായിട്ടുള്ള പല കാര്യങ്ങളും ഇന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. തൊഴിൽ രംഗത്ത് പല മാറ്റങ്ങളും ഉണ്ടാവും. ബിസിനസ് ചെയ്യുന്നവർക്കെല്ലാം അതിൻ്റെ ഗുണമുണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. പുതിയ വീട് നിർമ്മിക്കാനോ വാഹനം വാങ്ങാനോ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾക്കും ഗുണകരമായിട്ടുള്ളൊരു ദിവസമാണ്. കുട്ടികളില്ലാതെ ഏറെക്കാലമായിട്ട് ദുഃഖിച്ചിരിക്കുന്നവർക്കൊക്കെ സന്താന ഭാഗ്യത്തിനും അനുകൂലമായിട്ടുള്ളൊരു ദിവസമാണ് ഇന്ന്. ഇടവം രാശി കാർത്തിക, മുക്കാല്, രോഹിണി, മകേരമര. ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് അനാവശ്യ ചിലവുകൾ ധാരാളമായിട്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. വരവിലധികമായിട്ടുള്ള ചിലവിനാണ് ഇന്നത്തെ ദിവസം കൂടുതലായിട്ട് സാധ്യത കാണുന്നത്. യാത്രകൾക്കും സാധ്യതയുള്ളൊരു ദിവസമാണ്. കുടുംബത്തിന് വേണ്ടിയിട്ട് ധാരാളം പണം ചിലവഴിക്കേണ്ടി വരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. കുടുംബ ആവശ്യങ്ങളൊക്കെ വർദ്ധിക്കാൻ സാധ്യത കാണുന്നുണ്ട്. അമ്മയുടെ ആരോഗ്യത്തിനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ട് വരാനുള്ള യോഗം കാണുന്നുണ്ട്. വിദേശത്തുനിന്ന് ചില സഹായങ്ങളൊക്കെ അതോടൊപ്പം ലഭിക്കാനും യോഗമുള്ളൊരു സമയമാണ്. വിദേശ ജോലിക്ക് പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിലൊക്കെ ജോലി ശ്രമിക്കുന്ന ആൾക്കാർക്ക് ഇന്നത്തെ ദിവസം അതിന് ശ്രമിച്ചു കഴിഞ്ഞാൽ അതെല്ലാം നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. മിഥുനരാശി മകേര, തിരുവാതിര, പുണർദം, മുക്കാൽ. ഈ രാശിക്കാർക്ക് 11-ൽ വ്യാഴവും ചന്ദ്രനും സഞ്ചരിക്കുന്ന കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറെ കാലത്തിന് ശേഷം ഏറ്റവും നേട്ടമുള്ളൊരു ദിവസമാണ്. ഒരുപാട് കാലമായിട്ട് പരിശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങളെല്ലാം ഇന്ന് നടക്കുന്നതാണ്. പൂർവിക സ്വത്ത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, തൊഴിൽ രംഗത്ത് നേരത്തെ കിട്ടേണ്ടിയിരുന്ന ആനുകൂല്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾക്കെല്ലാം ഇന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ എളുപ്പം നേടിയെടുക്കാൻ സാധിക്കും. മേലുദ്യോഗസ്ഥരുടെ പ്രീതി സമ്പാദിക്കാനും സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകാനും സന്താന ഭാഗ്യത്തിനുമെല്ലാം അനുകൂലമായിട്ടുള്ള ഒരു ദിവസമാണ്. പരീക്ഷയിൽ ഉന്നത വിജയം നേടാനൊക്കെ സാധിക്കും. പരീക്ഷ തോറ്റിട്ട് രണ്ടാമത് പരീക്ഷ എഴുതുന്ന ആൾക്കാരെല്ലാം ഇന്നത്തെ ദിവസം എഴുതുകയാണെങ്കിൽ അത്തരം ആൾക്കാർക്കെല്ലാം കൂടുതൽ മാർക്കോടുകൂടി വിജയിക്കാൻ സാധിക്കുന്നതാണ്. കർക്കിടക രാശി പുണർദം, കാല്, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് 10-ൽ വ്യാഴവും ചന്ദ്രനും സഞ്ചരിക്കുന്ന കാലം തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളുടെ സൂചനയാണ്. പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അല്ലെങ്കിൽ പുതിയ ബിസിനസ് തുടങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിർത്തിവെച്ചിരുന്ന ബിസിനസ്സെല്ലാം വീണ്ടും പുനരാരംഭിക്കാനും ഇന്നത്തെ ദിവസം ഏറ്റവും അനുകൂലമാണ്. ഇന്ന് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, കർക്കിടകം രാശിയുടെ അധിപൻ തന്നെയാണ് 10-ൽ നിൽക്കുന്നത്. അതുകൊണ്ട് സ്വയം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇന്ന് ലാഭകരമായിട്ട് മാറാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. ദൈവാധീനമുള്ള ഒരു സമയമാണ്, ഭാഗ്യമുള്ളൊരു കാലമാണ്. അതുകൊണ്ട് തന്നെ ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. 9-ാം ഭാവാധിപൻ 10-ൽ നിൽക്കുന്നുണ്ട്. ഭാഗ്യം കൊണ്ട് പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാനും സാധിക്കുന്നുണ്ട്. കിട്ടില്ലെന്ന് വിചാരിച്ച ജോലിയൊക്കെ ഇന്ന് ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട്. ചിങ്ങൻ രാശി മകം, പൂരം, ഉത്രത്തിൽ, കാല്. ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വലിയ ഭാഗ്യം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. നഷ്ടപ്പെട്ട് എന്ന് കരുതിയ ഒരു സാധനമൊക്കെ തിരിച്ചു കിട്ടാനും യോഗമുള്ളൊരു ദിവസമാണ്. 12-ാം ഭാവാധിപൻ, ദുരിതസ്ഥാനത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം ഭാഗ്യസ്ഥാനത്ത് നിൽക്കുമ്പോൾ ചില ദുരിതങ്ങൾ നേരത്തെ അനുഭവിച്ചത് അത് ഭാഗ്യമായിട്ട് മാറാനുള്ള യോഗമാണ് കാണുന്നത്. അല്ലെങ്കിൽ ചെറിയ യാത്രകൾ നേരത്തെ ചെയ്തതുകൊണ്ട് ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും ഇന്നത്തെ ദിവസം കാണുന്നുണ്ട്. അല്ലെങ്കിൽ നേരത്തെ മുടക്കിയ പണത്തിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാവാനും ഇന്നത്തെ ദിവസം സാധ്യത കൂടുതലാണ്. ഭാഗ്യം പൊതുവെ അനുകൂലമായിട്ടുള്ളൊരു ദിവസമായിട്ട് തന്നെ കണക്കാക്കാം. ഈശ്വരാധീനമൊക്കെ ഉള്ളൊരു സമയമാണ്. ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഭൂമിയിൽ നിന്നും ആദായം വർദ്ധിക്കുകയും ചെയ്യും. കന്നിരാശി ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരാര. ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം അത്ര നല്ലതല്ല. ചന്ദ്രനും വ്യാഴവും ഒന്നിച്ച് അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന ഒരു സമയമാണ്. സർവ്വകാര്യങ്ങൾക്കും തടസ്സമുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. കഴിവതും ഇന്നത്തെ ദിവസം വീട്ടിൽ തന്നെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. ഒരു കാര്യത്തിനും ഇന്നത്തെ ദിവസം ഇറങ്ങി പുറപ്പെടാതിരിക്കുക. ദൈവാധീനം ഒട്ടുമില്ലാത്തൊരു ദിവസമാണ്. അപകടങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. യാത്രകളെല്ലാം കഴിവതും ഒഴിവാക്കുക. നേരത്തെ തീരുമാനിച്ചിരുന്ന കാര്യങ്ങളെല്ലാം മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത്. പ്രാർത്ഥനയും ജപവും ഒക്കെ ആയിട്ട് ആരാധനാലയ ദർശനമൊക്കെ നടത്തി വീട്ടിൽ സമാധാനത്തോടുകൂടി ഇരിക്കുന്നതായിരിക്കും നല്ലത്. പുതിയ കാര്യങ്ങൾക്കൊന്നും മുതിരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തുടരുന്നതിൽ തെറ്റില്ല.
തുലാം രാശി ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വലിയ നേട്ടങ്ങൾ തൊഴിൽപരമായിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. പുതിയ ബിസിനസ്സെല്ലാം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നടക്കുന്ന ഒരു സമയമാണ്. മേലുദ്യോഗസ്ഥരുടെ പ്രീതി സമ്പാദിക്കാനും അവരെ കൊണ്ട് പല നേട്ടങ്ങളുണ്ടാവാനെല്ലാം യോഗം കാണുന്നുണ്ട്. എതിരാളികളെ പോലും വശത്താക്കാനും അവരെ കൊണ്ട് പല കാര്യങ്ങൾ സാധിക്കാനെല്ലാം യോഗം കാണുന്നുണ്ട്. ആരോഗ്യസ്ഥിതിയെല്ലാം മെച്ചപ്പെടുന്ന ഒരു സമയമായിട്ട് തന്നെ അനുഭവപ്പെടുന്നതാണ്. എന്നാൽ വീട്ടിൽ ചില അസ്വസ്ഥതകളും തർക്കങ്ങളും കലഹങ്ങളൊക്കെ വീട്ടിലുണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചിലപ്പോൾ വീട് വിട്ട് മാറി നിൽക്കേണ്ടി വരാനുള്ള സാധ്യതയെല്ലാം കൂടുതലായിട്ട് കാണുന്നുണ്ട്. വീട് പണയം വെക്കാനും ഇന്നത്തെ ദിവസം സാധ്യത കൂടുതലാണ്. വൃശ്ചികരാശി വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ളൊരു ദിവസമാണ്. ആരോഗ്യകാര്യത്തിലെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. മക്കൾക്ക് വേണ്ടിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടി വരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ചെറിയ ചെറിയ ടെൻഷനും മനക്ലേശമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നാൽ പല രീതിയിൽ പണം കൈവശം വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. മുഴുവനായിട്ടും കിട്ടിയില്ലെങ്കിലും ഭാഗികമായിട്ടൊക്കെ കുറച്ച് പണം വരാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ കിട്ടേണ്ടിയിരുന്ന ആൾക്കാരും അല്ലെങ്കിൽ തരേണ്ടിയിരുന്ന ആൾക്കാരോടൊക്കെ ഇന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെയും കുറേ പണമൊക്കെ ഇന്ന് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. വീട്ടിൽ ദീർഘകാലമായിട്ടുണ്ടായിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകാനും കുറച്ച് ശാന്തിയും സമാധാനവുമുള്ള അന്തരീക്ഷമായി മാറാനും സാധ്യത കാണുന്നുണ്ട്. ധനുരാശി മൂലം, പൂരാടം, ഉത്രാടത്തിൽ കാല് ഈ നക്ഷത്രക്കാർക്ക് 5-ൽ സഞ്ചരിക്കുന്ന വ്യാഴവും ചന്ദ്രനും തൊഴിൽപരമായിട്ടും സാമ്പത്തികമായിട്ടുമെല്ലാം ഒരുപാട് നേട്ടങ്ങൾ തരുന്നതാണ്. മക്കളെ കൊണ്ടും ചില നേട്ടങ്ങളുണ്ടാകും. കുട്ടികളില്ലാത്തവർക്ക് സന്താന ഭാഗ്യത്തിനെല്ലാം യോഗമുള്ള ഒരു സമയമാണ്. സ്ഥാനക്കയറ്റം ഇന്നത്തെ ദിവസം ഉറപ്പായിട്ടും കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നടക്കാൻ സാധ്യതയുണ്ട്. പ്രൊമോഷൻ ടെസ്റ്റുകളെല്ലാം ഇന്നത്തെ ദിവസം എഴുതുകയാണെങ്കിൽ അതിലും വിജയിക്കാനും നല്ല നേട്ടങ്ങൾ കൈവരിക്കാനെല്ലാം സാധ്യത കാണുന്നുണ്ട്. പല കാര്യങ്ങളും തടസ്സപ്പെട്ടിരുന്ന പല കാര്യങ്ങളും എല്ലാം ഇന്നത്തെ ദിവസം ഫേവറബിളായിട്ട് മാറുന്നതാണ്. അതുകൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാവുകയും ചെയ്യും. മകരരാശി ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടമര ഈ നക്ഷത്രക്കാർക്ക് സ്ഥാനക്കയറ്റത്തിനും സാമ്പത്തിക നേട്ടത്തിനെല്ലാം അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഇന്ന് വന്നു ചേരുന്നതാണ്. ധാരാളം യാത്രകൾ കൊണ്ട് നേട്ടങ്ങളും പങ്കാളിയെ കൊണ്ടുള്ള നേട്ടങ്ങളും എല്ലാം ഇന്നത്തെ ദിവസം പ്രതീക്ഷിക്കാം. പാർട്ട്ണർഷിപ്പ് ബിസിനസ് എല്ലാം ലാഭകരമായിട്ട് മാറും. സഹോദരനെ കൊണ്ടും ചില നേട്ടങ്ങളുണ്ടാകും. നഷ്ടപ്പെട്ട ചില വസ്തുക്കളൊക്കെ തിരിച്ചു കിട്ടാനുള്ള യോഗം കാണുന്നുണ്ട്. നേരത്തെ ഇൻവെസ്റ്റ് ചെയ്ത കാര്യങ്ങളിൽ നിന്നെല്ലാം വലിയ നേട്ടങ്ങളുണ്ടാവും. ഷെയറിലും മറ്റും പണം മുടക്കിയിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം വലിയ നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. സർക്കാരിൽ നിന്നും ചില ആനുകൂല്യങ്ങൾ അനുവദിച്ച് കിട്ടാനും ബാങ്ക് വായ്പകൾക്ക് മറ്റും അപേക്ഷയുണ്ടെങ്കിൽ അതെല്ലാം കിട്ടാനും ഇന്നത്തെ ദിവസം സാധ്യത കൂടുതലാണ്. കുംഭൻ രാശി അവിട്ടമര, ചതയം, പൂരിട്ടാതി, മുക്കാൽ ഈ രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ളൊരു ദിവസമാണ്. ചെറിയ ചെറിയ തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും എല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകേണ്ടി വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പഠനകാര്യങ്ങളിലെല്ലാം അലസത ഉണ്ടാവാനും പ്രതീക്ഷിച്ച വിജയം ലഭിക്കാതെ പോകാനും പരീക്ഷയിൽ ചിലപ്പോൾ പരാജയപ്പെടാൻ പോലും സാധ്യതയുള്ള ഒരു ദിവസമാണ്. അതുകൊണ്ട് പഠനകാര്യങ്ങളിലെല്ലാം കൂടുതൽ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പങ്കാളിയുമായിട്ട് ചില അഭിപ്രായ ഭിന്നതകളും തർക്കങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വീട്ടിൽ തന്നെ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അനാവശ്യ ചിലവുകളെല്ലാം വരാനും സാധ്യതയുണ്ട്. മറ്റുള്ളവരെ സഹായിക്കുന്നതൊക്കെ ആവശ്യമില്ലാത്ത കാര്യത്തിന് ചെയ്യാതിരിക്കാൻ നോക്കുക. മീനൻ രാശി പൂരിട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് ഇന്ന് സാമ്പത്തികമായി വലിയ നേട്ടങ്ങളെല്ലാം പ്രതീക്ഷിക്കാവുന്നതാണ്. പഠനകാര്യങ്ങളിൽ പുരോഗതി കൈവരിക്കാൻ സാധിക്കും. ഉപരിപഠനത്തിന് അല്ലെങ്കിൽ തുടർ പഠനത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് അത്തരം കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. സർക്കാരിൽ നിന്ന് ചില ആനുകൂല്യങ്ങളൊക്കെ അനുവദിച്ച് കിട്ടാൻ സാധ്യതയുണ്ട്. സർക്കാർ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ചില പേപ്പറുകളെല്ലാം കിട്ടാനുണ്ടെങ്കിൽ അതിന് ഇന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പം നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. പല കാര്യങ്ങളും ആഗ്രഹിക്കുന്ന പോലെ നടക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ഇതോടെ ഇന്നത്തെ രാശിഫലം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.